അത് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു ദിവസം ഒരുപാട് സമയം കിട്ടും. നമുക്കൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ പകുതി കൂടുതൽ ജോലി അങ്ങ് തീർന്ന പോലെ ആവും കിട്ടും. പിന്നെ നമ്മൾ സമയം നോക്കുമ്പോൾ ഈശ്വര ഇത്രയേ ആയിട്ടുള്ളൂ എന്ന് തോന്നും. അങ്ങനെ എൻ്റെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. 4:45 ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ എനിക്ക് ആദ്യം ചെയ്യണ പരിപാടി ഈ ജനലും വാതിലും അങ്ങ് തുറന്നിടും. ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സ്വസ്ഥതക്കേടാണ്. ജനലും വാതിലും തുറന്നിട്ട് ടി വിയിൽ രാവിലെ സുപ്രഭാതവും അതുപോലുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഈ സ്തുതികളൊക്കെ അല്ലേ, അതൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് വീടൊന്ന് ഉണർന്നതായിട്ട് തോന്നുള്ളൂ. ഞാൻ മാത്രം ഉണർന്നിട്ട് കാര്യമില്ലല്ലോ, വീടിനെയും കൂടെ ഒന്ന് ഉണർത്തിയെടുക്കണ്ടേ, ഇല്ലെങ്കിൽ വീടറിയില്ലല്ലോ. അപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചേട്ടൻ എക്സാമാണ്, അപ്പോൾ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പുറകെ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്ത് അങ്ങനെ കട്ടൻ ചായയും കുടിച്ചും കൊണ്ട് പുള്ളിക്കാരൻ അതിനകത്ത് ബുക്കുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഞാനിങ്ങനെ പുതിയൊരു ശീലം എന്നല്ല, എൻ്റെ ആ ശീലം ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ കോവിഡിന് മുന്നേ അല്ലേ, അതുവരെ ഉള്ള ഒരു ശീലമായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ശാലിനി, ഞങ്ങൾ രണ്ടാളും നടക്കാൻ പോകുമായിരുന്നു. അന്ന് ഞങ്ങൾ നടക്കാൻ പോകണം നേരെ അങ്ങ് കുളത്തൂർ വരെ പോകും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് വിചാരിച്ച് അന്ന് നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വരും. ഇഷ്ടംപോലെ ആൾക്കാർ കാണും കേട്ടോ ആ സമയത്ത് നടക്കാനായിട്ടെ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അന്ന് ഞങ്ങൾ ആ സമയത്ത് 5:30 മണിയാകുമ്പോഴാണ് നടക്കാനായിട്ട് ഇറങ്ങുന്നത്. ആ സമയമാകുമ്പോൾ പിന്നെ ഇനി ആൾക്കാരും കാണൂലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ റോഡിൽ പിന്നെ തിരക്കൊക്കെ ആയാൽ പിന്നെ ഒരു നാണക്കേട് പോലെയായിരുന്നു. നമ്മൾ 5:30 പോയിട്ട് 6 മണിക്ക് മുന്നേ നടന്നിട്ട് തിരിച്ചു വരും. അവിടെ കുളത്തൂർ വരെ പോകും, അവിടെ നിന്ന് തിരിച്ച് ബൈപ്പാസ് വഴിയാണ് പോണത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നടക്കാനായിട്ട്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എന്തുമാത്രം ആൾക്കാർ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഈ വഴിയിൽ മാത്രമേ ഉള്ളൂ, അതുവരെ പോവും, അവിടെ നിന്ന് തിരിച്ച് വരും. അത്ര മതി ഒരു കണക്കിന് നോക്കിയാൽ. അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം ഞാനൊരു 10 മിനിറ്റ് നടന്നോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കാലൊക്കെ നല്ല വേദനയാവും. കുറേ നാളായില്ലേ ഇങ്ങനെ നടന്നിട്ടൊക്കെ. അപ്പോൾ അന്ന് നടക്കാൻ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ശാലിനിക്ക് കോവിഡ് വന്നത്. അതോടെ നടത്തം നിർത്തി. പിന്നെ നമ്മളൊക്കെ റെസ്റ്റും കാര്യങ്ങളും പിന്നെ പേടിയോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭീകര അന്തരീക്ഷമില്ലേ, കോവിഡൊക്കെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന ആ സമയമില്ലേ, അപ്പോഴായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. അപ്പം നമുക്കിങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും വന്ന് പീക്ക് ലെവലെന്ന് പറഞ്ഞാലും നടക്കാൻ പോകാൻ പോലും പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷനൊക്കെ വരുന്നതിന് മുന്നേ ആയിരുന്നു അവൾക്ക് കോവിഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതോടുകൂടി നടത്തം നിന്നതാണ്. പിന്നെ ഇപ്പോൾ വീണ്ടും എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് നടക്കാൻ പോവാം. രണ്ടുപേരും പറയും ശരി നമുക്ക് നാളെ തൊട്ട് നടക്കാൻ പോകും. എവിടെ രണ്ടുപേരും മടിക്കും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കൂട്ടം നോക്കി നിന്നിട്ട് കാര്യമില്ല, അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് നടക്കാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ നടന്നിട്ട് തിരിച്ചു വന്നേ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്ന് പുള്ളിക്കാരന് കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോയത് നടക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നടന്നുള്ളൂ കേട്ടോ. ചേട്ടൻ ചോദിക്കുകയും ചെയ്യും നീ ഇപ്പോൾ അങ്ങോട്ട് പോണതല്ലേ, പോയത് കണ്ടതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് നിൻ്റെ നടത്തം തീർന്നു വന്ന്. നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല. അങ്ങനെ വന്നിട്ട് തലേദിവസം രാത്രി കഴുകി കമിഴ്ത്തി വെച്ചിരുന്ന പാത്രങ്ങളാണ്, അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കണം, എടുത്ത് അടുക്കി വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വേണം അടുത്ത ജോലി തുടങ്ങാനായിട്ട്. ഇനി അതിന് മുന്നേ കുളിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതേപോലെ ഇന്നും വെള്ളമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം തീരെയാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ. ഇനി അങ്ങോട്ട് ചൂട് തുടങ്ങുമ്പോഴുള്ള അവസ്ഥ അയ്യോ ചിന്തിക്കാൻ വയ്യ. നമുക്കിപ്പോൾ രാത്രി തീർന്നിട്ട് രാവിലെ വരണതുകൊണ്ട് പ്രശ്നമില്ല. ഇനി 1-2 ദിവസം വെള്ളം ഇല്ലാതിരിക്കുന്നാൽ ഇനി അങ്ങോട്ട് പാടായിരിക്കും. വീട്ടിൽ കിണറുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും അറിയാതെ പോകണം. അതും കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞൂടാ അവസ്ഥയായിരുന്നേനെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നടന്നിട്ട് വന്നതല്ലേ, ചിയാ സീഡിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചരുവത്തിൽ, ആ ചെറിയൊരു ചരുവാണ്, അതിൽ ഏകദേശം ഒരു നിറയണ രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലിനി വെള്ളം തിളച്ചിട്ട് ചിയാ സീഡിട്ട് വെച്ചിട്ട് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേക്കും ഇതൊന്ന് തണുക്കുമല്ലോ. അങ്ങനെ ഞാനത് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി മുറ്റമൊക്കെ അടിച്ചു വരണം. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോഴല്ലോ അതിരാവിലെ അടിച്ചു വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു വൈബ് അറിയാൻ പറ്റുന്നത്. നല്ല രസമാണ്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആവും പോലെ തോന്നും. കാരണം നമ്മൾ കുനിഞ്ഞു നിന്നൊക്കെ ജോലി ചെയ്യല്ലേ.
ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് സുപ്രഭാതം ഇട്ടത്. ആദ്യം ഇട്ടതൊരു സോപാന സംഗീതമാണ്. ചോറ്റാനിക്കരയിൽ അത് കിട്ടും കേട്ടോ. അത് നല്ല രസമാണ് കേൾക്കാനായിട്ട്. മുമ്പ് എന്തെന്നറിയാമോ, ഇവിടുത്തെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത്, ചേട്ടൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ അന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. ഇവിടുത്തെ അച്ഛനും അതിരാവിലെ എഴുന്നേക്കുന്ന സ്വഭാവക്കാരനാണ്. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോഴേക്കും അന്ന് നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല. TCNൽ ഇതുപോലെ നമുക്ക് പാട്ടുകളെല്ലാം കിട്ടും. എന്ന് വെച്ചാൽ എന്താ പറയാനായിട്ട് ഈ ഭക്തി ഗാനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ചാനലുകൾ ഞങ്ങൾ നോക്കി വയ്ക്കുമായിരുന്നു. അതിൻ്റെ കല്യാണത്തിന് മുന്നേ അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാലും ഇതുപോലെ ഈ ഭക്തി ഗാനങ്ങളുണ്ട്. അതൊരു വൈബാണ് കേട്ടോ, ഒരു പോസിറ്റീവ് വൈബാണ്. അതിങ്ങനെ കേട്ടുകൊണ്ടൊരു ദിവസം തുടങ്ങുമ്പോഴേക്കും. അപ്പോൾ ആ സമയത്ത് TCNൽ എല്ലാ ദിവസവും 5 മണിയാകുമ്പോഴേക്ക് ഈ ഒരു ചോറ്റാനിക്കര അമ്മയുടെ ഒരു സോപാന സംഗീതം കേൾക്കും. അതിൽ ഈ അരുണ ദിവാകരൻ ഉദയം ചെയ്തു എന്നാണ് അതിൻ്റെ തുടക്കം. അതൊരു ഭയങ്കര ഫീലാണ് കേട്ടോ. ആ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ എന്തോ ഭയങ്കര ഒരു രസമാണ്. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു ഉന്മേഷം വരും പോലെ തോന്നും അതിൽ ഓരോ വരികൾ കേൾക്കുമ്പോഴേക്കും. അങ്ങനെ ഇവിടുത്തെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാൻ ആ പാട്ടിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുമായിരുന്നു എന്താ ആ പാട്ടിടാത്തതെന്ന്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഇതിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മയാണ് വന്നത്. ഞാനും അച്ഛനും മാത്രമേ ആ സമയത്ത് ഉണർന്നിരിക്കുകയുള്ളൂ. അപ്പോൾ കുറേ നാൾ അമ്മ ഇവിടെ രമ്യ ചേച്ചിയുടെ വീട്ടിൽ, എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ്, അല്ലെങ്കിൽ അമ്മയും കാണുമായിരുന്നു, ആ സമയത്ത് ഉണർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ആ സമയത്തൊന്നും എഴുന്നേക്കില്ല. അന്ന് കേശവും ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. ഞാൻ അച്ഛന് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അച്ഛൻ അപ്പോഴും ജോലി ചെയ്യാനായിട്ട് ഇറങ്ങും. അതൊക്കെ ഈ പാട്ട് നമ്മൾ ചില പാട്ടൊക്കെ അങ്ങനെ ഒരു ഇതില്ലേ, നമ്മൾ എവിടെയൊക്കെയോ അത് കൊണ്ടുപോകും. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. തുണിയും അലക്കി. ഇനി അപ്പോഴേക്കും ആൾക്കാർ വന്ന് കേട്ടോ വിളിക്കാനായിട്ട്. അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ അവലും മലരും നനച്ചതുണ്ടായിരുന്നു, അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ്. കുറച്ച് കഴിച്ചിട്ട് ബാലൻസ് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതൊന്ന് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൊടുത്തിട്ടാണ് കുളിച്ചിട്ട് വന്നത്. അപ്പോൾ ഇനി കുറച്ച് എരിക്കുമ്പൂ എടുക്കാനുണ്ട്. ഇന്നും ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ മിക്കവാറും കാണുമല്ലോ നിങ്ങൾ ഈ എരിക്കുമ്പൂവൊക്കെ എടുക്കണത്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഇപ്പോഴും എരിക്ക് ഇഷ്ടം പോലെ പൂത്ത് കിടക്കുകയാണ്. ഒന്ന് വെട്ടി ഒതുക്കി ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പടർന്ന് മൊത്തത്തിൽ ഒന്നാമത് റോഡും കൂടെ അല്ലേ, ഇട റോഡല്ലേ. അപ്പോൾ വണ്ടിയൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് ബൈക്കാണല്ലോ കൂടുതലും പോകണത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ദേഹത്ത് തട്ടും. ഇപ്പം നോക്കിയപ്പോഴുണ്ട് അതിലൊരു കോവലും കൂടെ പടർന്നിട്ട് ഞാനത് വെട്ടിക്കളയാന്ന് വെച്ചപ്പോഴേക്ക് കോവൽ നിറച്ച് കുഞ്ഞൻ കോവയ്ക്കകളുണ്ടല്ലോ, അതിങ്ങനെ വരണുണ്ട്. അപ്പോൾ അതിന് ഏതാണെന്ന് അറിഞ്ഞൂടെ, കയ്പ്പനാണോ അല്ലെ നല്ല കോവയ്ക്കാണോ എന്ന് അറിഞ്ഞൂടല്ലോ. ഈശ്വര, അതിന് എന്താണെന്ന് തിരിച്ചറിയണത് ഒരു വലിയ കടമ്പയാണ്. അതിനൊന്ന് കടിച്ചു നോക്കണമല്ലോ.
ഇനി കയ്പൻ കോവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഭഗവാനെ 3 ലോകവും കാണും. ആ കയ്പെന്ന് പറഞ്ഞാൽ കഴിച്ചങ്ങ് നമ്മൾ അടിമുടി നിന്നങ്ങ് വിറയ്ക്കുന്ന രീതിയിലായിട്ടുള്ള കയ്പാണല്ലോ അതിന്. എന്തായാലും കടിച്ചു നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റും നല്ലതാണോ ചീത്തയാണോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കോവയ്ക്കെങ്കിലും കുറച്ചും കൂടെ ആയിട്ട് അതിനൊന്ന് നോക്കിയതിന് ശേഷം കയ്പനാണെങ്കിൽ മുറിച്ച് കളയാം, നല്ലതാണെങ്കിൽ നിർത്തിയിരിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് പൂക്കളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ഞെട്ടുന്നൊക്കെ മാറ്റി വെക്കണമല്ലോ. അങ്ങനെ ഞെട്ടൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പറയാറുണ്ട് മൊട്ട് കൊടുക്കാൻ പാടില്ല, അതിൻ്റെ പൂക്കൾ മാത്രമേ കൊടുക്കാവൂ എന്ന്. അങ്ങനെ മൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിടർത്തിയിട്ട് പൂവാക്കിയാണ് കൊടുക്കാനായിട്ട് കോവിലിൽ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ചേട്ടൻ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്, കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ ഇനി ഇവിടെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആകെ 4 ചെയറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 5 ചെയർ കാണുമല്ലോ. ഒരെണ്ണം ഞങ്ങളിപ്പോൾ എക്സ്ട്രാ വാങ്ങിയതാണ്. വേറൊന്നുമല്ല, നമ്മൾ കൊണ്ടുവന്നാൽ ആ ഒരു ചെയറിൽ ചെറിയൊരു ഡാമേജ് വന്നു. അങ്ങനെ അവർ പറഞ്ഞായിരുന്നു ഒരെണ്ണം നമുക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു, പ്രശ്നമില്ല, നിങ്ങൾ എന്തുണ്ടെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് സെപ്പറേറ്റ് ഒരെണ്ണം വരുത്തി തന്നതാണ്. പക്ഷെ നമ്മൾ മറ്റത് ഇതുവരെ കൊണ്ട് കൊടുത്തില്ല, സമയം കിട്ടിയില്ല. അവർ പറഞ്ഞ് കുഴപ്പമില്ല, കൊണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടനോട് പറയായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം, അതിലൊക്കെ ചെറിയ ഡാമേജ് അല്ലേ, പകുതി പൈസ തന്നാൽ മതി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണ്ടേ. ഇപ്പോൾ അത് ഇട്ടിരുന്നപ്പോൾ നല്ല രസമുണ്ട്, അത്രയും ചെയർ ഇവിടെ കിടക്കണുണ്ടല്ലോ. അങ്ങനെ ഇനി എന്താണെന്ന് നോക്കണം. ഇതുവരെ അവരോട് ചോദിച്ചില്ല, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി അവിടെ വെള്ളവും അതുപോലെ തന്നെ അവിടെ ഒരു മണി പ്ലാന്റൊക്കെ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് കേശു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്, പക്ഷേ മോൻ ഇതുവരെ അതിനൊന്നും ചെയ്തില്ല. അങ്ങനെ അതവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ അവിടെയും കൂടെ ഞാനിങ്ങനെ ഒരു ധൂപം ഇപ്പോൾ കത്തിച്ച് വയ്ക്കും, അതും അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ചേട്ടന് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അനന്തും ഉണ്ട് ഇന്ന്. അങ്ങനെ അവരാണ് ഗേറ്റൊക്കെ തുറന്നു വിട്ട് ചേട്ടനെ യാത്രയാക്കിയത്. അപ്പോൾ എനിക്കിന്ന് അതുകൊണ്ട് ആ ജോലി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാമല്ലോ. പിന്നെ നേരെ കിച്ചണിലോട്ട് കയറിയ സമയത്ത് എന്തുണ്ടാക്കും എന്നൊരു ടോട്ടലി കൺഫ്യൂഷനായിരുന്നു. ദോശമാവ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ചപ്പാത്തിക്ക് കറി എന്തുണ്ടാക്കും അങ്ങനെ ആലോചിച്ചപ്പോഴേക്ക് കുറച്ച് ഗ്രീൻ പീസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കേശുത അവിടെ വന്നിട്ട് പല്ല് തേക്കുകയാണ്. ഞാൻ നല്ല ഇറുക്കി പല്ല് തേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ കാണിക്കാനാണ് ഭയങ്കര സ്പീഡിലേക്ക് പല്ല് തേക്കുന്നത്. അങ്ങനെ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല. അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. വെള്ളം ഇങ്ങനെ വെട്ടിത്തിളപ്പിക്കും. വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ആയിരുന്നാലും കടലയായിരുന്നാലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ വീഡിയോയിലെല്ലാം, എന്നാലും ഇതും കൂടെ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ കാണാത്ത ഇപ്പോൾ പുതിയതായിട്ടുള്ള കാഴ്ചക്കാർ കാണുമല്ലോ, അവർക്ക് വേണ്ടി പറയണമെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഗ്രീൻ പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാസറോളിൽ ഗ്രീൻ പീസ് കഴുകിയിട്ടതിന് ശേഷം ഈ വെള്ളം നല്ല വെട്ടി തിളപ്പിച്ച് അതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കാസറോൾ നല്ല ടൈറ്റാക്കി അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേണം നമുക്ക്. അത്രയ്ക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആകുമ്പോഴേക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ കടലയായിരുന്നാലും ഗ്രീൻ പീസ് ആയിരുന്നാലും നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എടുത്തിട്ട് എന്ത് വേണോ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഗ്രീൻ പീസ് അതുപോലെ വെള്ളം തിളപ്പിച്ച് കാസറോളിലാക്കി വെച്ചതിന് ശേഷം ഇവിടെ 2 ചേട്ടന്മാരുണ്ടല്ലോ, മല്ലനും മാധേവനും, അവർക്ക് വേണ്ടിയുള്ള പാല് കാച്ചിയതാണ്. അപ്പോൾ അനന്തവും കൂടെ ഉള്ളത് കൊണ്ട് കേശുവിനെ കൊണ്ട് ആ പാല് കുടിപ്പിക്കാൻ എളുപ്പമാണ്. അനന്ത് കുടിക്കും എന്ന് പെട്ടെന്ന് അവൻ കുടിക്കും, അവൻ ആദ്യം കുടിക്കുമെന്ന് പറയുമ്പോഴേക്കും കേശു പെട്ടെന്ന് അങ്ങ് കുടിച്ചോളും. അങ്ങനെ പാലും ബൂസ്റ്റും പാലും ഒക്കെ അവിടെ റെഡി ആക്കി വെച്ച് ഇനി ചപ്പാത്തിക്കുള്ള മാവ് നനയ്ക്കണമല്ലോ. അപ്പം ഞാൻ അതിനായിട്ടാണ് മാവെടുത്ത് ദാ ഈ ഒരു ജാറിനകത്തോട്ട് ഇടണത്. അപ്പോൾ ചപ്പാത്തി മാവും അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് നനച്ചെടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മിക്സിയിൽ കുറച്ച് അധിക സമയം വന്നിട്ട് അടിച്ചെടുക്കും കേട്ടോ. നമ്മളല്ലാണ്ട് പിന്നെ കൈ കൊണ്ട് ഇതിനെ പരുവപ്പെടുത്തണില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ അതിലിട്ട് കറക്കി എടുക്കുമ്പോഴേക്കും മാവ് നല്ല പരുവത്തിന് വന്ന് കിട്ടും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ പിന്നെ എന്നിപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കണമെന്ന് പറഞ്ഞല്ലോ, ഒരു ഐഡിയയും ഇല്ല. ഇങ്ങനെ ഗ്രീൻ പീസ് എന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ അപ്പോഴങ്ങ് തോന്നുമല്ലോ, അപ്പം നമ്മൾ തോന്നും പോലെ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഞാൻ വിചാരിച്ച് കുറച്ച് കോളിഫ്ലവർ ഇരിപ്പുണ്ടേ. കോളിഫ്ലവർ വാങ്ങിച്ചത് നമ്മളന്ന് പൊരിച്ചിട്ട്, അതിന് പൊരിച്ചെന്ന് പറയാൻ കോളിഫ്ലവർ പക്കാവട എന്ന് പറയില്ല, ആ സംഭവം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഇച്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതിൽ കുറച്ച് സമയം മുക്കി വെക്കണ്ടേ, അതിനായിട്ട് കോളിഫ്ലവർ അതിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടൊരു കറിയങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച് ആ സമയം കൊണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ചപ്പാത്തി പരത്താമെന്ന് വിചാരിച്ചേ. അപ്പോഴേക്ക് സമയമായി. അപ്പോൾ ഇനി ഗ്രീൻ പീസ് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്രീൻ പീസ് ഒന്നും കൂടെ കഴുകി, നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടെടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ആയിട്ട് നല്ല അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഗ്രീൻ പീസ് കഴുകിയിട്ട് ഗ്രീൻ പീസ് മാത്രം അതിൽ വെച്ചിട്ട് ഒരു 7-8 വിസിൽ പോവിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചും കൂടെ വെന്ത് വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 7-8 വിസിൽ ഗ്രീൻ പീസ് മാത്രം വേവിക്കുകയാണേ. അപ്പോൾ അതങ്ങ് വേവിക്കാൻ വെച്ചിട്ട് അപ്പോഴേക്ക് ചേട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു. അങ്ങനെ ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ചപ്പാത്തി എല്ലാം കൂടെ അങ്ങ് പരത്തി വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചപ്പാത്തി പരത്തും അപ്പോൾ ചുടും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോഴേക്ക് നമുക്ക് സമയം ലാഭിക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചപ്പാത്തി പരത്തി അത് ചുട്ട് കുറച്ച് അതിനെടുത്തുനിന്ന് അടുപ്പത്തിടുമ്പോഴത്തേക്ക് തന്നെ അടുത്ത ചപ്പാത്തി പരത്താനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിനേക്കാളും ചപ്പാത്തിയെല്ലാം പിന്നെ ഈ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലിട്ടാണ് എപ്പോഴും ചപ്പാത്തി പരത്തണത്. എനിക്ക് ഈ ചപ്പാത്തി പലകയിലിട്ട് പരത്തുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് ഏതും കിട്ടില്ല. പിന്നെ ഇവിടെ പ്രസ്സിങ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ല, എനിക്കിങ്ങനെ പരത്തി എടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ പരത്താനായിട്ട് അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് പ്രസ്സിങ്ങേ പറ്റുള്ളൂ. ഇപ്പോൾ പ്രസ്സിങ് ഒന്ന് യൂസ് ചെയ്യാണ്ട് അതൊക്കെ ഇപ്പോൾ എടുത്ത് കളഞ്ഞു. ഇപ്പം ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നത്. മാവ് നല്ല പദം വന്നിട്ട് കല്ല് നല്ല ചൂടായിട്ട് നല്ല തിളച്ച പരുവത്തിനായതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാമെങ്കിൽ ഇതുപോലെ നല്ല വീർത്ത് വരും കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് നല്ല വെന്ത് വന്ന്. അപ്പം ഞാൻ ഇനി അതിൽ കോളിഫ്ലവറും ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാരറ്റ്, പച്ചമുളക്, സവോള, ഇതെല്ലാം കൂടെ അമ്മ കട്ട് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അതിലിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. പിന്നെ തേങ്ങയും തിരുവി വെച്ചിരിക്കുകയായിരുന്നു അമ്മ. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മതി കേട്ടോ. കുറച്ച് തേങ്ങ തിരുവിയതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ പെരുംജീരകം, ഇത്രയും സംഭവങ്ങളും കൂടെ ഇട്ടെടുത്ത് പിന്നെ നേരത്തെ അതിലിട്ടതിൽ വെളുത്തുള്ളിയും ഇഞ്ചി വേണ്ട, വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഈ പറയും പോലെ വെണ്ണ പോലെ അരയണമെന്നൊന്നുമില്ല, ഒരു വിധം ഒന്ന് അരച്ച് കിട്ടിയാൽ മതി. അതിനുശേഷം ഇതും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ നല്ല കിടിലൻ ഗ്രീൻ പീസ് കുറുമ റെഡിയായെന്ന് പറയാം. അപ്പോഴേക്ക് ചേട്ടന് പോകാനായിട്ടുള്ള സമയമായി കേട്ടോ. കട തുറക്കാനുള്ള സമയമായി. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സമയമില്ലാത്ത സമയത്തായിരിക്കും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത്. അങ്ങനെ ചപ്പാത്തി എല്ലാവർക്കും അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കറി ഒന്ന് റെഡിയായി കിട്ടണ്ടേ. അപ്പം ഞാനിതാ ഒരു 5 മിനിറ്റ് എന്നിട്ട് ചേട്ടന് ടെൻഷൻ ആവാതെ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്കിട്ടായിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആദ്യം ചേട്ടൻ കാണിച്ച പാത്രം കൊണ്ടങ്ങ് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കും. അപ്പോൾ ചേട്ടൻ വിചാരിക്കും ഇപ്പോൾ കൊണ്ടുവരും. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടുവയ്ക്കും. അപ്പോഴും പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇപ്പോൾ വരും, ഇപ്പോൾ റെഡിയായി കാണും. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി കൊണ്ടുവച്ച് അങ്ങനെ വെച്ച് അവിടെ ആളവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ആയപ്പോഴേക്ക് എൻ്റെ കറി റെഡിയായി കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ. ഇനി അതിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ എടുക്കുമ്പോഴേക്കും നല്ല കറിയായിരുന്നു കേട്ടോ. നല്ല കറിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നമ്മളിങ്ങനെ വിപ്രാളപ്പെട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് പെട്ടെന്നൊരു കറി വയ്ക്കുമ്പോഴേക്ക് നല്ല അടിപൊളി ഗ്രീൻ പീസ് വെജിറ്റബിൾ കുറുമയായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വെജ് കുറുമ വെക്കണത്, അത് വേറൊരു കാര്യം. പിന്നെ എല്ലാ സംഭവങ്ങളും ഇച്ചിരി കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതെല്ലാം കൂടെ കൂടി ചേർന്നപ്പോഴേക്ക് ഒരുപാട് കറിയുണ്ടായിരുന്നു. അങ്ങനെ അതാ ചപ്പാത്തിയും ഇനി കുറുമക്കറിയൊക്കെ കഴിക്കണം. കേശുവും അനന്തും അവിടെ ഇരിക്കണതേ ഉള്ളൂ. രണ്ടാളും പല്ലൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. പാല് കുടിച്ചതുകൊണ്ട് അവർക്ക് ഇപ്പോഴെങ്ങും ചപ്പാത്തി വേണ്ടെന്നാണ് അവരുടെ വാദം. ഞങ്ങൾ പാല് കുടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് വിശപ്പാവുള്ളൂ, അപ്പം മാത്രം കഴിക്കാം. അങ്ങനെ രണ്ടാളും കൂടെ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ചപ്പാത്തി കഴിക്കാനായിട്ട് വന്നിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ എഴുന്നേറ്റതല്ലേ. അപ്പോൾ പിള്ളേർക്കൊക്കെ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണതേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചധികം മണിക്കൂറുകളായിട്ടുണ്ട്. അങ്ങനെ ഇനി ചപ്പാത്തി കഴിക്കട്ടെ. അങ്ങനെ ചപ്പാത്തി കഴിച്ചിട്ട് അരിയൊക്കെ അടുപ്പിട്ടായിരുന്നു കേട്ടോ. അരി ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പുള്ളിക്കാരൻ എന്താ പോകാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 9:10 അപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ പോകാനായിട്ട്. അല്ല കേശു എന്തോ ദേഷ്യം കാണിച്ചിട്ട് ചേട്ടനൊരു അടിയും കൊടുത്തിട്ട് പോവുകയാണ്. അവന് കുറേ കാര്യങ്ങൾ പറയും, ഞങ്ങളത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ പുള്ളിക്കാരൻ എന്താ പോകാനായിട്ട് ഇറങ്ങി. ഇപ്പം കേശുവിന് സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 8:30 ആകുമ്പോഴേക്ക് കട തുറക്കും. കേശുവിന് സ്കൂളില്ലാത്ത ദിവസമാണ് ഇങ്ങനെ ലേറ്റ് ആവണത്. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. പോകാൻ നേരത്തെ അച്ഛ മുത്തം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഓടും മുത്തം കൊടുക്കാനായിട്ട്. സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ. കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴേക്ക് രണ്ടാൾക്കും മുത്തം തന്നിട്ടാണ് കേശു കയറി പോണത്. അങ്ങനെ മുത്തമൊക്കെ കൊടുത്തിട്ട് ആൾ വന്ന്. ഇനി ഞാൻ രാവിലെ കഴുകി വെച്ച തുണികളില്ലേ, അത് ഇതുവരെ വിരിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് അവിടെ ഇട്ടേക്കായിരുന്നു. ഇനി ഇപ്പോഴാണ് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഇനി ഇതിനെ കൊണ്ട് മേളിൽ വിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മേളിൽ വന്നതാണ്. വന്നപ്പോഴേക്ക് കേശു കൂടെ ഉണ്ട്. അവന് കാർ ഓട്ടിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കി കളയൂല. അങ്ങനെ കാറും എടുത്തുകൊണ്ട് ഇറങ്ങി. ഒരു കണക്കിന് ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഇട്ടേക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ഞങ്ങൾ രാത്രി എടുത്ത് അകത്തിടും. എങ്ങനെ മഴയായിട്ട് പെയ്താൽ പിന്നെ കാറ് കംപ്ലൈൻ്റ് ആവുമല്ലേ, അതുപോലെ തന്നെ വെയിലടിച്ച് കിടന്നാലും അത് പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇതിനെ പൊക്കിയെടുത്ത് അകത്തിട്ട് വെക്കാനായിട്ടൊരു പാടാണ്. അങ്ങനെ ഞാൻ തുണി വിരിച്ച് തീരണത് വരെ കേശുവിന് ടൈം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമല്ല വെയിലായി തുടങ്ങി. നമ്മൾ ഒരു 6 മണിക്കൊക്കെ കയറാമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ 9:15 9:30 മണിയായില്ലേ. അപ്പോൾ കയറിയപ്പോഴേക്കും ഇങ്ങനെ സൂര്യ ഉദിച്ച് വരണ സമയമല്ലേ. അപ്പോൾ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഓടിച്ചിട്ട് നമ്മളെ എല്ലാവരെയും കൊണ്ട് ഇടിക്കാനായിട്ട് വരും, ചെവറിൽ കൊണ്ട് ഇടിക്കാനായിട്ട് പോകും. അതിൻ്റെ മണ്ടയിലിരുന്നിട്ട് എന്തൊക്കെ കുരുത്തക്കേട് കാണിക്കാമോ എന്നാണ് അവ ഇങ്ങനെ സെർച്ച് ചെയ്യണത്. അപ്പോൾ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെയും കൊണ്ട് അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രശ്നമാണ്, എനിക്ക് പിന്നെ ഞാനും കൂടെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പം ഞങ്ങളുടെ മുന്നിലത്തെ വസ്തുവാണേ, അവിടെ അവരെല്ലാം വൃത്തിയാക്കി തീയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല രസമുണ്ട് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും. അപ്പോൾ എൻ്റെ ചെടികളെല്ലാം നിറച്ച് പൂവിട്ട് തുടങ്ങി. ഞാൻ അവിടെ ഒരു തഴുതാമ നട്ടിരുന്നില്ലേ, ആ തഴുതാമ എൻ്റെ ബാൽസം ചെടീനെ എല്ലാം മറിച്ചുകൊണ്ട് അത് ഈ പറയും പോലെ പെട്ടെന്നങ്ങ് വളരുമല്ലോ, അതവിടെ പടർന്ന് പന്തലിച്ച് അങ്ങ് നിൽപ്പുണ്ട്. വെള്ളം കിട്ടിയാൽ മാത്രം മതി, അതിന് വേറെ ഒന്നും വേണ്ട. നന്നായിട്ട് വെള്ളം കിട്ടാമെങ്കിൽ ഇഷ്ടം പോലെ അതങ്ങ് പടർന്ന് പന്തലിക്കും. ഇനിയിപ്പോൾ ചൂടാകുമ്പോഴേക്ക് അധികമൊന്നും ഇപ്പോൾ റോഡിലൊന്നും കാണൂല. മഴ അങ്ങോട്ട് പെയ്യണം, അത് കഴിയുമ്പോൾ തൊട്ട് മൊത്തം തഴുതാമേലൊരു മേളമായിരിക്കും ഇവിടെ എല്ലായിടവും. പിന്നെ എൻ്റെ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ടേ. എനിക്ക് ഇതുപോലെ വലിയ ഇലയും വെച്ച് നല്ലതുപോലെ നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. ചെറിയ ഇല, തീരെ ചെറിയ ഇലയാകുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ ഇപ്പോഴാണ് മേളിലോട്ട് വരണത്. ഇനി അവിടെ ജനലൊക്കെ തുറന്നിട്ട് പിന്നെ അവിടെ ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് കേശുവിനെ അവിടെ നിന്ന് ടെറസിൽ നിന്ന് അടിച്ചകത്ത് കയറ്റി ഞാൻ അവിടുത്തെ വാതിലെങ്കിൽ ലോക്ക് ചെയ്തായിരുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോവും. എന്നിട്ടിനി ഞങ്ങൾ ഇവിടെ നിൽക്കണം, അനന്തവും. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ട് ജനലൊക്കെ തുറന്ന് എല്ലാം നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴേ ജനലൊന്നും തുറക്കാതിരുന്നിട്ട് രാത്രി വന്ന് കയറുമ്പോൾ അപ്പം നമുക്കറിയാം ആ ഒരു അവസ്ഥ. ഭയങ്കര ആ എയർ ഫുൾ അവിടെ കെട്ടി നിന്നിട്ട് എന്തോ പോലെയാണ്. ഇങ്ങനെ ഒരു വായു സഞ്ചാരമൊന്നും ഇല്ലാതിരിക്കുകയല്ലേ, നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ അടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയണത് ജനലും വാതിലൊക്കെ തുറന്നിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു വായു സഞ്ചാരം ഉറപ്പാക്കണം, എന്നാൽ മാത്രമേ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അങ്ങനെ ഷീറ്റൊക്കെ എല്ലാം കുടഞ്ഞ് വിരിച്ചപ്പോഴേക്ക് ആരോ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട്. അങ്ങനെ ഞാൻ നോക്കിയതാണ് ആരാണെന്ന്. അപ്പോൾ അവിടുത്തെ അമ്മ, അപ്പുറത്തെ വീട്ടിലെ അമ്മ ചക്ക കൊണ്ടുവന്നതാണ്.
അന്ന് അവർ ചക്ക കൊണ്ടുവന്നപ്പോഴേക്ക് പറഞ്ഞായിരുന്നു ഇനി ഒരു ചക്കയും കൂടെ നിപ്പുണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത് എപ്പോഴെടുത്താലും എനിക്ക് കൊണ്ടു തരണമെന്ന്. അങ്ങനെ അവർ ചക്കയും കൊണ്ടുവന്ന്. അങ്ങനെ ഈ ഒരു പീസ് ചക്കയ്ക്ക് 50 രൂപയാണ് കേട്ടോ വില. അങ്ങനെ അമ്മ അതിന് കിട്ടിയ പാടെ അതിനെ കട്ട് ചെയ്യുകയാണ്. കേശുവാണെങ്കിൽ ആ ചക്ക മുഴുവനോടെ കൊടുത്താലും ഇപ്പോൾ മുഴുവനോടെ കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ ഞാനും അവിടെ കറങ്ങി നിൽക്കുകയാണ്. എനിക്കും അനിയത്തിക്കൊക്കെ ഇത് ചക്കയും മാങ്ങയൊക്കെ നമ്മളിങ്ങനെ എത്ര കിട്ടിയാലും ഞങ്ങൾ കഴിച്ചോളും. വേവിച്ചല്ല, പച്ചയ്ക്ക് എന്തുമാത്രം കിട്ടിയാലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെടുത്ത് എല്ലാം ഒരു പ്രത്യേക ഇഷ്ടമാണ്. ചക്ക, മാങ്ങ, പേരയ്ക്ക, നെല്ലിക്ക, പുളിഞ്ചിക്ക ഇങ്ങനെയുള്ളത് എല്ലാത്തിൻ്റെ അടുത്ത് ഒരു ആർത്തിയാണ്. അങ്ങനെ നമുക്ക് എന്തായാലും ഇത്രയും ചക്ക വേണ്ട. അങ്ങനെ അതിൻ്റെ ഒരു പീസ് എടുത്ത് എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മയ്ക്ക് അത് അവിച്ച് കഴിക്കണം കുറച്ച്. എനിക്ക് ചക്ക അവിച്ചാലും എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് എടുത്തിട്ട് അമ്മയ്ക്ക് ആവശ്യമുള്ളതെടുത്ത് അമ്മ അവിച്ച് കഴിച്ചു. എനിക്ക് എന്തായാലും വേണ്ട, അമ്മയ്ക്കറിയാം എനിക്ക് അത്ര ഇഷ്ടമല്ലെന്ന്. ചേട്ടനും കഴിക്കും, ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല. പക്ഷെ അവിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് ചക്കയെല്ലാം വെട്ടിപ്പറിച്ച്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും ചക്ക കൊണ്ടുവരുമ്പോഴേക്ക് എനിക്ക് കൊണ്ടുവരുമ്പോൾ ഇറുത്ത് കൊണ്ടുവരണ്ട, എനിക്കല്ലാണ്ട് മടലോട് കൂടെ തന്നെ കൊണ്ടുവരണേന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് കുറച്ചധികം ദിവസം വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരുമാതിരി മഞ്ഞളിച്ച് പോകുമല്ലോ. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം വെട്ടിപ്പറിച്ച് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ ഒരു തുണ്ടുണ്ടായിരുന്നു, അതിന് ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കി അങ്ങ് ഫ്രിഡ്ജിലാക്കിയാണ്. 2 ദിവസം കഴിയുമ്പോഴേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇനി ചന്തയിൽ പോകണം, കടയിൽ പോകണം, അങ്ങനെ കുറേ ജോലികൾ ഇനി ബാലൻസ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം അങ്ങോട്ട് ആരംഭിക്കണതല്ലേ ഉള്ളൂ. എൻ്റെ ദിവസം തുടങ്ങിയിട്ട് കുറച്ചധികം മണിക്കൂറുകളായെങ്കിലും ബാക്കി എല്ലാം ഇങ്ങനെ റൊട്ടേനായിട്ട് വരണതല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചക്ക പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഫ്രിഡ്ജിലാക്കിയിട്ട് നേരെ ചന്തയിൽ പോയി. ചന്തയിൽ ഇപ്പോൾ അധികം മീനൊന്നുമില്ല. ഇപ്പോൾ മീൻ ഒരുപാട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. കണവ 100 രൂപയ്ക്ക് കണവ വരും. കണവ 100 രൂപയ്ക്ക് മതി. ചന്തയിൽ ചെന്നപ്പോഴാണെങ്കിലുണ്ടല്ലോ 100 രൂപ പങ്കൊന്നും ഇല്ല, എല്ലാം 200 രൂപ പങ്കൊക്കെ ഉള്ളൂ. ഞാനതിൽ നിന്ന് എനിക്ക് 100 രൂപയ്ക്ക് മതി എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇന്ന് ഞാൻ പോയതിൽ എനിക്ക് കണവ മീൻ വാങ്ങണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കണവ കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പോയത്. ചെന്നപ്പോഴേക്ക് കണവ മീൻ കിട്ടി. അപ്പോൾ കണവ വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, കണവ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു വീഡിയോയിൽ കണ്ടതാണ്, കണ്ടപ്പോൾ തൊട്ടേ ആഗ്രഹമായിരുന്നു കണവ നിറച്ചതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ട് പലതും പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിലെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയ ഒരു സംഭവം ഞാൻ അങ്ങനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 4 കണവ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കണവ നിറച്ചത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അന്ന് കഴിച്ച പപ്പയ്ക്കയുടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ വിചാരിച്ചത് ജ്യൂസ് അടിക്കാമായിരുന്നെന്ന്. ഈ പപ്പയ്ക്ക ജ്യൂസ് അടിച്ചുകൊണ്ടല്ലോ നമുക്ക് ഇത്ര പപ്പയ്ക്ക മതി. ഞാൻ എടുക്കുന്ന അത്ര പപ്പയ്ക്കയിൽ നമുക്കൊരു 6-7 പേർക്കുള്ള ജ്യൂസ് കിട്ടും. കാരണം ഇതൊരു കൊഴുപ്പാണല്ലോ. അപ്പോൾ എന്ത് ജ്യൂസ് അടിച്ചാലും അതിൽ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ, എന്നാലേ ജ്യൂസ് ആവുള്ളൂ, ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനിന്ന് ചന്തയിൽ പോയപ്പോൾ നാരങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി ഇത്ര എടുത്തിട്ട്, ഇത്രയും വേണ്ടായിരുന്നു, പിന്നെ ഞാൻ അത്രയും എടുത്തതേ ഉള്ളൂ. ഇതും ഇപ്പോൾ കൊഴുപ്പാണ്. അങ്ങനെ അതിൽ ഒരു 2 നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് പഞ്ചസാര ഇട്ട് അപ്പോഴേക്ക് ജ്യൂസ് അടിക്കാനായിട്ട് നോക്കിയപ്പോഴായിരുന്നു പഞ്ചസാര ഇന്നലെയും തീർന്നിരിക്കുകയായിരുന്നു. ഞാൻ പറയാൻ മറന്നു ചേട്ടനോട്. അങ്ങനെ പിന്നെ അനന്തുവിനെ സോപ്പിട്ട് പറയുമ്പോൾ തന്നെ പാവം മോമ്പെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അവനെ കൊണ്ട് പഞ്ചസാര വാങ്ങിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ അവൻ പഞ്ചസാരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇനി 2 നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് ഈ പപ്പായ ജ്യൂസിന്. ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു പപ്പമരം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ പപ്പമരം നല്ല അങ്ങ് പടർന്ന് പന്തലിച്ച് വലിയ മരമായി. ഇങ്ങനെ നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, അപ്പോൾ എന്ത് പറയാനായിട്ട്, പൊന്നു കായ്ക്കണ മരമായിരുന്നാലും പുരയ്ക്കും മീതെ വളർന്നുള്ളത് മുറിക്കണമെന്ന്. അതിനൊരു വിധിക്കപ്പെട്ട ഒരു മരം കൂടെയാണ് പപ്പ. അപ്പോൾ ഈ സംഭവം ഇവിടെ നിന്ന സമയത്ത് ഇതങ്ങ് നല്ല വലുതായി നിറച്ച് കാച്ചു നിന്നപ്പോഴാണ് ഇവിടുത്തെ അച്ഛൻ മരിച്ചു പോയത്. അങ്ങനെ മരണത്തിന് വന്നവരെല്ലാവരും അയ്യോ ഈ പപ്പ ഇങ്ങനെ വീടിൻ്റെ മേളിൽ വളർന്നത് കണ്ടില്ലേ, അത് ദോഷമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ പപ്പമരം കൂടെ മുറിപ്പിച്ചതിന് ശേഷമാണ് എല്ലാവരും പോയത്. അങ്ങനെ അന്ന് പോയതാണ് എൻ്റെ പപ്പമരം. ഇപ്പോൾ പപ്പയ്ക്ക് നമുക്ക് ആരെങ്കിലും കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ട് തരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അമൃത് വാങ്ങും പോലെയാണ് വാങ്ങണത്. അങ്ങനെ അതിൽ ജ്യൂസ് ഒഴിച്ച് ആ സമയത്തൊക്കെ ഇവിടുത്തെ അമ്മ എന്തെന്ന് പറയുക, മിക്ക ദിവസങ്ങളിൽ ഇവിടുത്തെ അച്ഛനെ പപ്പയ്ക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം.
ഇനി ഇതാ എന്തോന്ന് അയല മീനും കണവ മീനുമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അയല മീൻ അമ്മ കഴുകി വൃത്തിയാക്കിയൊക്കെ തന്ന് ഇനി അതിനെ അങ്ങ് കറി വയ്ക്കണം. അപ്പോൾ തക്കാളിയും പച്ചമുളക് ഒരു പുളിഞ്ചിക്കയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ തേങ്ങ തിരുവിയതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പുളി ഇത്രയും കൂടെ അരച്ച് ചേർത്ത് ഇനി അതിനങ്ങ് കലക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ എനിക്കിത് ഒത്തിരി കളർ കുറവാണെന്ന് തോന്നി. നമുക്കാണെങ്കിൽ നല്ല കളർ വേണം മീൻ കറിക്ക്. അങ്ങനെ വീണ്ടും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതങ്ങ് അടുപ്പത്താക്കിയിട്ടുണ്ട്. അങ്ങനെ മീൻ കറി റെഡിയായി. ഇനി കുറച്ച് 4 കണവയാണ് എടുത്ത് കണവ നിറച്ചത് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചത്. ഇനി ബാലൻസ് കണവയുണ്ടല്ലോ അതിന് തോരൻ വെക്കണം, ചക്ക എരിശ്ശേരി വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എനിക്കിനി ഇപ്പോൾ അപ്പോഴേക്ക് ചോറ് റെഡിയായി. അമ്മ അവിടെ ഇരുന്ന് കണവ നുള്ളിക്കൊണ്ടിരിക്കണതേ ഉള്ളേ. അയല റെഡിയാക്കി തന്നപ്പോഴേക്കാണ് ഞാൻ അതിനെ അങ്ങ് കറി വെച്ചത്. പിന്നെ എനിക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കടയിലോട്ടും പോകണം. അപ്പോൾ ഇനി ഒരു 11:30 മണിയൊക്കെ ആകുമ്പോൾ കടയിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് അങ്ങോട്ട് ഓടണം. അപ്പോൾ ചോറ് വെന്ത് ഇനി ചോറൊന്ന് വാർത്ത് വെച്ചിട്ട് ബാക്കി കാര്യം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയണത്, ഇതുപോലെ ഈ അരി വാർത്ത് വയ്ക്കണമെങ്കിൽ ഒരു കല ഉള്ളതുകൊണ്ട് എന്ത് എളുപ്പമെന്നറിയാമോ, നമുക്ക് നല്ല ഈസി ആയിട്ട് അരിയൊക്കെ വടിച്ചിടാനായിട്ട് പറ്റും കേട്ടോ. കണവ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ അങ്ങ് തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് പോകാനായിട്ട് റെഡി ആയി. ഇട്ടാണ്ട് കണവ തോരൻ വെക്കണതെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ ചക്ക എരിശ്ശേരി വെക്കേണ്ടത് ആരോ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പം ഞാൻ ഇന്ന് ചക്ക എരിശ്ശേരി വെക്കുന്ന വീഡിയോ ഇടാന്നൊക്കെ വെച്ചപ്പോഴാണ് എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അങ്ങനെ കേശുവിനെയും കൂടെ പോയിട്ട് കേശുവിന് മുടി വെട്ടിക്കണം. അങ്ങനെ ഞാനും കേശുവും കൂടെ മുടി വെട്ടാനായിട്ട് ഇരിക്കുകയാണ്. ചേട്ടന് ഒട്ടും സമയമില്ലായിരുന്നു, കടയിൽ ഭയങ്കര ബിസി ആയിപ്പോയി. അങ്ങനെ ഞങ്ങളാണ് കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് ആളാണ് കേട്ടോ. ഈ പയ്യൻ്റെ പേര് ഷാരൂഖ് എന്നാണ്. അപ്പോൾ ഇവനുണ്ടെങ്കിൽ ഞങ്ങൾ ഇവനെ കൊണ്ട് മാത്രമേ മുടി വെട്ടിക്കാറുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആൾ ബിസി ആയിരുന്നു. അങ്ങനെ പറഞ്ഞ ചേച്ചി 10 മിനിറ്റ്, ബംഗാളി പയ്യനാണ്, എന്നാലും അവർക്ക് മലയാളം, എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടെങ്കിലും അവർക്ക് നല്ല മലയാളം അറിയാമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ് 10 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങൾ മനസ്സറിഞ്ഞ് ജോലി ചെയ്ത് തരുമല്ലോ, അങ്ങനെ ഒരു പയ്യനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് തരണേന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മുടി ഒന്ന് സെറ്റ് ചെയ്തും കൂടെ തന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മുടി വെട്ടി തീരാറായപ്പോഴേക്ക് ചേട്ടൻ വന്നായിരുന്നു. അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറയണം, അവിടെ ഇങ്ങനെ ഫോട്ടോസ് വെച്ചിരിക്കുമല്ലോ, അതൊക്കെ നോക്കിയിട്ട് പറയണം അമ്മ അതുപോലെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ ചേട്ടൻ കേശുവിനെയും കൊണ്ടങ്ങ് വീട്ടിൽ പോയി മുടിയൊക്കെ വെട്ടിച്ചതല്ലേ, എന്തായാലും തല കഴുകാനായിട്ടൊന്നും പറ്റൂല, അല്ലാണ്ട് മേലെ കഴുകാനേ പറ്റുള്ളൂ. മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പം ഞങ്ങൾക്ക് വൈകിട്ടെന്നൊരു ഫംഗ്ഷന് പോകണം. ഞങ്ങളുടെ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പുള്ളിക്കാരിയുടെ കല്യാണ ഫംഗ്ഷനാണ്. ആ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്യിച്ചത്. അപ്പോഴുണ്ട് കടയിൽ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് ചേട്ടൻ ഫിറ്റ് ചെയ്യാനായിട്ട് പോയി. പക്ഷേ ഫിറ്റ് ചെയ്യാൻ പോയപ്പോഴേക്കുണ്ട് ഫിറ്റ് ചെയ്യേണ്ട കണ്ണാടി ഇവിടെ വെച്ചിട്ട് വേറെ എടുത്തോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് പോണത്. ഞങ്ങൾക്ക് അവിടെയാണ് ഫിറ്റിംഗ് സെൻ്ററൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇനി തിരിച്ചു വരണത് പാടല്ലേ. അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ പോർട്ടർ ആപ്പ് വഴി ബുക്ക് ചെയ്ത് അങ്ങനെ ഡെലിവറി ബോയ് വന്ന് അതിനെടുത്തോണ്ട് പോയതാണ്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് കുളത്തൂരിൽ നിന്ന് അവിടം വരെ കൊണ്ടു കൊടുക്കണതിന് 150 രൂപയാണ് ഡെലിവറി ചാർജായിട്ട് അവർ വാങ്ങിയത്. എന്നാലും സാരമില്ല, എന്തെങ്കിലും വെച്ച് മറന്നു പോയിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ചേട്ടൻ വന്നാലോ എന്തൊക്കെ മെനക്കേടാണ്. ഇതാകുമ്പോഴേക്ക് അപ്പോട്ട് പൈസ പോയാലും പ്രശ്നമില്ല, നമുക്ക് സമാധാനമായിട്ട് നിൽക്കാമല്ലോ എന്ന് തോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നല്ല വിശപ്പായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്ക് ഏകദേശം 3 മണി ആയിപ്പോയി കേട്ടോ. നല്ല വിശന്ന് കറങ്ങിയാണ് വന്നത്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഇനി ചോറും ചക്ക എരിശ്ശേരിയും അയല മീൻ കറി വെച്ചതും കണവ തോരനൊക്കെ കൂട്ടി ഇനി ചോറ് കഴിക്കണമല്ലോ. അപ്പോൾ ചോറൊക്കെ എല്ലാം ഇട്ട് വെച്ച് ഇനി അങ്ങ് കഴിച്ചാൽ മതി. നല്ല വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഈ കറികൾക്കും ചോറിനും ഒക്കെ ടേസ്റ്റ് ഒരുപാട് കൂടുകയും ചെയ്യുമല്ലോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷം ഇനി അടുത്ത വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വൈകുന്നേരം അടിച്ചു വാരലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇനി അതും കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ സൂര്യ അസ്തമിക്കാറായി നിൽപ്പുണ്ട്. അങ്ങനെ വൈകുന്നേരം അമ്മയാണ് വിളക്കെല്ലാം കത്തിച്ചത്. അപ്പോൾ വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഒരു 7:30 മണിയൊക്കെ ആയതിന് ശേഷമാണ് കണവ നിറച്ചത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അങ്ങനെ കണവ എടുത്തിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് കണവ ഒന്നങ്ങ് പുരട്ടി മാറ്റി വെച്ച്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയും കൂടെ ഇട്ട് അതിനെ ഒന്ന് കിണ്ടി എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിരുവിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് ഇതാ കണവയില്ലേ, ഈ കണവ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കണില്ലേ, ഈ കണവ അങ്ങ് നിറയ്ക്കണം. ഈ ഫില്ലിങ്സ് കൊണ്ട് കണവയ്ക്കകം അങ്ങ് നിറയ്ക്കണം. അത് തന്നെയാണ് കണവ നിറച്ചത്. പിന്നെ ഇതിൽ ഞാൻ കുറേ വീഡിയോ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതി ഇതാണ്. കുറേ ഉണ്ട്, മാവൊക്കെ വെച്ച് ചെയ്യണതുകൊണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ അതെല്ലാം കൂടെ പൊരിച്ചെടുത്ത് ഇനി പുട്ടും കൂടെ അവിച്ചിട്ട് രാത്രി ഗോതമ്പ് പുട്ടും കണവ നിറച്ചതും കട്ടൻ ചായയും കൂടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഈ കണവ നിറച്ചത് ഈ പുട്ടിൻ്റെ കൂടെയൊന്നും അല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രമായിട്ടാണ് കഴിക്കണത്. പിന്നെ രാത്രി പുട്ടായതുകൊണ്ട് അതിന് വേറെ കറിയില്ല, അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തതേ ഉള്ളൂ. പിന്നെ കണവ നിറച്ച ഫില്ലിങ്സ് ഇല്ലേ, അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അതിലിട്ടിട്ട് അതങ്ങ് കഴിച്ചു. അപ്പോൾ എൻ്റെ 5 മണി തൊട്ട് ഇതിപ്പോൾ എല്ലാം കഴിച്ചപ്പോഴേക്ക് 8:30 മണിയൊക്കെ, 5 മണി തൊട്ട് 8:30 മണി വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.